ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ദേവിയെ പറ്റിയുള്ള സത്യങ്ങൾ അറിഞ്ഞ ദേവമംഗലത്ത് ഇന്ന് ആർക്കും ഉറക്കമില്ലാത്ത രാത്രിയാണ്. ഓരോരുത്തർ ഓരോ സൈഡിലിരുന്ന് വേദനിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം തൻ്റെ വീടിൻ്റെ അവസ്ഥ കാണുന്ന ആകാശ് കഴിഞ്ഞു പോയ ഓരോ രാത്രിയെപ്പറ്റി ചിന്തിക്കുക. മീനു ആണെങ്കിൽ തനിയെ ഡൈനിങ് ടേബിൾ ഇരുന്ന് കരയുന്നുണ്ട്. അത് കാണുന്ന ആകാശ് അടുത്തേക്ക് ചെല്ലുകയാണ്. നീ ഇതെന്തിനാ മീനു കരയുന്നത്? കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതോർത്ത് കരഞ്ഞുകൊണ്ടിരുന്നാൽ സമാധാനം കിട്ടുമോ എന്ന് ചോദിക്കാം. എത്ര വലിയ തെറ്റാ അവർ ഈ കുടുംബത്തോട് ചെയ്തു കൂട്ടിയത്. അതിനുള്ള ശിക്ഷ അവരനുഭവിക്കാൻ തന്നെ വേണം. പാവം ആനന്ദേട്ടൻ ഇത്രയും മനസ്സ് വേദനിച്ച ആ പാവം ഇവിടെ കഴിഞ്ഞിരുന്നത് അതൊന്നും അറിയാതെ ഞങ്ങളെല്ലാവരും സന്തോഷിച്ച് ഇവിടെ കഴിഞ്ഞല്ലോ എന്നോർക്കുമ്പം എനിക്കിപ്പം കുറ്റബോധമാണ് തോന്നുന്നത്. ആനന്ദേട്ടൻ്റെ ഉള്ളിലുള്ളത് മനസ്സിലാക്കാൻ ആർക്ക് സാധിച്ചില്ലല്ലോ എന്ന് പറയാം. അത് കേൾക്കുന്ന നമ്മുടെ മീന് പറയും, ആനന്ദേട്ടൻ എന്തിനാ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നത്? അതാ എനിക്ക് മനസ്സിലാകാത്തത്. ഇവിടെ ആരോട് പറഞ്ഞാലും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടില്ലേ? അപ്പം ആകാശ് പറയുന്നുണ്ട്, ഇവിടെ ഉള്ളവരെ വേദനിക്കുമെന്ന് കരുതിയാ. പിന്നെ അതുമാത്രമല്ല, ആനന്ദേട്ടന് ആരോടെങ്കിലും ദേഷ്യം തോന്നിയാൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, അവരുടെ അടപടലം ആനന്ദേട്ടൻ നശിപ്പിച്ചിരിക്കുമെന്ന്. ഇപ്പം അതാ സംഭവിച്ചിരിക്കുന്നത്. ഇനി ഉദയഭാനുവിനോ ആ ശ്രീകല എന്ന് പറയുന്ന സ്ത്രീക്കോ ഒരു കള്ളത്തരങ്ങളും ഈ കുടുംബത്തിൽ ആരോടും ചെയ്യാൻ സാധിക്കില്ലല്ലോ. ആ രീതിയിലല്ലേ തെളിവ് സഹിതം ആനന്ദേട്ടൻ പൂട്ടിയത്. വെറുതെ ഇവിടെ വന്ന് ആനന്ദേട്ടൻ ഈ സത്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നോ? ഈ പറഞ്ഞ നീ ഏടത്തിയെ അവിശ്വസിക്കുമായിരുന്നോ എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന മീനു ഇല്ല എന്നുള്ള രീതിയിൽ തലയാട്ടാണ്. ദേവിയെടുത്തോട് തനിക്ക് ഇപ്പോഴും സ്നേഹമുണ്ട്. ആ പാവത്തിന്റെ ഗതികേട് കൊണ്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടി. അത് പേടിച്ചു വരച്ച് ആരോടും പറഞ്ഞില്ല. അതിന് ഇത്രമാത്രം അതിനെ ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയുള്ള നിലപാടിലാണ് കേട്ടോ നമ്മുടെ മീനു നിൽക്കുന്നത്. അപ്പൊ ആകാശിനോട് അക്കാര്യം പറയുന്നുണ്ട്. അപ്പൊ ആകാശ് ചോദിക്കുന്നുണ്ട്, ഏട്ടൻ അനുഭവിച്ച വേദനയെ പറ്റി നീ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കാം. അത് ദേവിയടത്തി ആനന്ദേട്ടനോട് അത്രയധികം സ്നേഹമുള്ള ആളല്ലേ. പിന്നെ അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് പേടിച്ചിട്ടാകും ഓരോന്നൊക്കെ ചെയ്തു കൂട്ടിയത്. അതിൻ്റെ വരും വരായികളെ പറ്റി ഏടത്തിയും അധികം ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഭർത്താവിനെ അത്രയേറെ സ്നേഹിക്കുന്ന ഒരാൾ ഇത്രയും കാര്യങ്ങൾ ഭർത്താവിൽ നിന്ന് മറച്ചു വെക്കുമോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ മീനു, നീ എന്നിൽ നിന്ന് ഇതൊക്കെ മറച്ചു വെക്കുമോ? ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്ന് ചോദിക്കാം. അപ്പം മീനു ഒരിക്കലുമില്ല എന്നുള്ള രീതിയിൽ തലയാട്ടുകയാണ്. അങ്ങനെ ആകാശ മീനുവിൻ്റെ വായ അടപ്പിക്കുകയാണ് കേട്ടോ. ഇതേ സമയം പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രീകലയും ഉദയഭാനുവും ഒരുങ്ങിക്കെട്ടി ദേവമംഗലത്തേക്ക് വരികയാണ്. അവരെന്തോ ഫംഗ്ഷൻ ഉണ്ടെന്നുള്ള രീതിയിലാണ് കേട്ടോ ദേവമംഗലത്തേക്ക് വരുന്നത്. അപ്പം ബാലനും നമ്മുടെ ഗോമതിയും ഒക്കെ അവിടെ ഉണ്ട്. അപ്പം ഗോമതിക്കാണെങ്കിൽ അവരെ കാണുമ്പം അത്രയ്ക്ക് ദേഷ്യം തോന്നുവാണ്. തൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിച്ച് കള്ളത്തരങ്ങൾ ചെയ്ത് തങ്ങളെ മുഴുവനും ചതിച്ച രണ്ട് വ്യക്തികളാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അത്ര ദേഷ്യത്തോടു കൂടി അവരെ നോക്കുവാണ്. സാധാരണ ദേവമംഗലത്ത് വന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് കിട്ടാറുള്ള യാതൊരുവിധ പരിഗണനയും കിട്ടാത്തപ്പോൾ തന്നെ ഉദയഭാനുവിന് സംശയം തോന്നുവാണ്. എന്താ ബാല, എന്നോട് രാവിലെ തന്നെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത്? അല്ല, ഇവിടെ എന്തോ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പരിപാടി നടക്കുന്ന ലക്ഷണമില്ലല്ലോ. ഇതെന്താ എല്ലാവരും ഞങ്ങളിങ്ങനെ അന്തം വിട്ട് നോക്കുന്നത്, ആദ്യമായിട്ട് കാണുന്ന പോലെ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ബാലൻ പറയും, ആ പരിപാടികളൊക്കെ ഇനിയല്ലേ ഉദയഭാനു സാറേ എന്ന് ഒന്ന് ഊന്നി പറയാണ്. പെട്ടെന്നാണ് കരഞ്ഞ് കൂവിയിരിക്കുന്ന ദേവിയെ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അയ്യോ ദേവി മോളെ, എനിക്കിത് എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകല അടുത്തേക്ക് ചെല്ലുക. മോൾ എന്തിനാ കരയുന്നത്? ദേ ഗോമതി, എൻ്റെ മോൾ എന്തിനാ ഇങ്ങനെ കരയുന്നേ? എൻ്റെ കുഞ്ഞിൻ്റെ മുഖമൊക്കെ ദേ വല്ലാതെ ഇരിക്കുന്നു. എന്താ ഉണ്ടായത്? ആനന്ദൻ്റെ മോളെ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് വേദനിപ്പിച്ചോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ഗോമതിക്ക് പിന്നെയും ദേഷ്യം വരിക. തൻ്റെ മകനെ കുറ്റപ്പെടുത്തിയുള്ള ശ്രീകലയുടെ സംസാരം കേൾക്കുമ്പോൾ ഗോമതി പറയുന്നുണ്ട്, നിങ്ങളുടെ മോള് കരയുന്നെങ്കിലേ അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ട് അറിയായിരിക്കുമല്ലോ എന്ന് ചോദിക്കുക. അല്ല, 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഇവളെ ഇവിടെ മരുമോളാക്കിയതല്ലേ എന്ന് വീണ്ടും പറയാണ്. 10ാം ക്ലാസ്സോ? എൻ്റെ മോള് MA പാസ്സായതാ. അവൾക്ക് കിട്ടിയ ഗോൾഡ് മെഡൽ ഇപ്പോഴും വീട്ടിലിരിപ്പുണ്ട്. ഞാൻ വേണമെങ്കിൽ പോയി എടുത്തോണ്ട് വരാം എന്ന് ഉദയഭാനു പറയാം. MAയോ ഗോൾഡ് മെഡലോ? ദേ കൂടുതൽ കള്ളത്തരങ്ങളും പറഞ്ഞ് ഇനി ഈ കുടുംബത്തിൽ പിടിച്ചു നിൽക്കാന്ന് കരുതണ്ട. നിങ്ങളുടെ മോള് 10ാം ക്ലാസ് എങ്കിലും പാസ്സായിട്ടുണ്ടോടോ എന്ന് ചോദിക്കുക. എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. ജീവിതകാലം മുഴുവനും ഞങ്ങളെ പറ്റിച്ചിവൾ ഇവിടെ റാണിയെ പോലെ വാഴൂന്നാണോ നിങ്ങൾ കരുതിയിരുന്നത്? ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങളുടെ കുടുംബത്തെ ചതച്ച ഇവളെ ഇനി ഇവിടെ ആർക്കും ആവശ്യമില്ല. ഈ നിമിഷം തന്നെ ഇവളെയും വിളിച്ചുകൊണ്ട് ഈ പടി ഇറങ്ങിക്കോണം എന്ന് ഗോമതി പറയാണ്. അത് കേൾക്കുന്ന ശ്രീകലയുടെ ഉദയഭാനുവിന്റെ സ്വഭാവം മാറുക കേട്ടോ. അപ്പൊ ശ്രീകല പറയും, ദേ വായി തോന്നുന്നത് വിളിച്ചു പറയരുത് എന്ന് പറയാം. എൻ്റെ മോളുടെ വിദ്യാഭ്യാസ യോഗ്യത നിങ്ങളാണോ തീരുമാനിക്കുന്നത് എന്ന് ശ്രീകല ചോദിക്കാം. അത് കേൾക്കുന്ന ഇതെല്ലാം കണ്ടും കേട്ടും നമ്മുടെ ദേവി അവിടെ നിന്ന് കരയാണ് കേട്ടോ.
എൻ്റെ അച്ഛനെയും അമ്മയും വീണ്ടും ഓരോന്നൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഉദയഭാനുവിനോട് തീരാത്തത്ര പകയും ദേഷ്യമൊക്കെ നമ്മുടെ ആനന്ദിന് തോന്നുകയാണ്. ആനന്ദാണെങ്കിൽ അവിടെ കിടന്നൊരു ഫ്ലവർ വേസ് എടുത്ത് ഉദയഭാനുവിൻ്റെ തലക്കടിക്കാനായിട്ട് ചെല്ലാം. പെട്ടെന്ന് ആരിനാണെങ്കിൽ പിടിച്ചു മാറ്റും. ഒപ്പം ആകാശം ഉണ്ട് കേട്ടോ, ആനന്ദേട്ട അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ്. അതോടെ കാണുമ്പോഴത്തേക്കും ഉദയഭാനുവിന് സ്ത്രീകൾക്ക് നല്ല ദേഷ്യം വരികയാണ്. ഉദയഭാനു ചോദിക്കും, ദേ ബാല, രാവിലെ ഇങ്ങോട്ട് വരണോന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയത് ഞങ്ങളെ അപമാനിക്കാനാണോ എന്ന് ചോദിക്കുക. ദേ ഈ ആനന്ദ് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന ബാലൻ പറയും, ഉദയഭാനു സാറ് താൻ സിംഗപ്പൂർ കണ്ടിട്ടുണ്ടോടോ, തനിക്ക് എന്ത് ബിസിനസ് ആണെന്ന് താൻ പറഞ്ഞത് എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ ഏകദേശം കൈവിട്ടു പോയിട്ടുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. പെട്ടെന്ന് ആനന്ദ് പറയും, ഞങ്ങളുടെ ഗോമതി സ്റ്റോറിൽ നിന്ന് പണം മോഷ്ടിച്ചല്ലേടോ താൻ ഇത്രയും ദിവസം വീട് കഴിഞ്ഞത് എന്ന് ചോദിക്കാം. ദേ ആനന്ദ് മോനെ അനാവശ്യം വിളിച്ചു പറയരുത് എന്ന് അപ്പോൾ നമ്മുടെ ഉദയഭാനു എല്ലാവരോടുമായിട്ട് പറയണ. അനാവശ്യമോ? താൻ ഗോമതി സ്റ്റോറിൽ നിന്നും പണം മോഷ്ടിക്കുന്നതിന്റെ തെളിവേ എൻ്റെ കയ്യിലുണ്ടടോ എന്ന് പറയാം. തന്നെ അത് കാണിച്ചു തരേണ്ട യാതൊരു കാര്യവും എനിക്കില്ല. തൻ്റെ സകല കള്ളത്തരങ്ങളും ഇവിടെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. തൻ്റെ മകളെ എനിക്കിനി വേണ്ട, ഇവളെയും വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോയി തരാവോ എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പോഴത്തേക്കും ഗോമതി പറയും, ദേ നിൽക്കുന്നു നിങ്ങളുടെ പുന്നാര മോള്, ഇവളെ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് ഇവിടുത്തെ മരുമകളാക്കി എൻ്റെ മകന്റെ ജീവിതം നശിപ്പിച്ചു, ഈ കുടുംബത്തിലുള്ളവരോട് മുഴുവൻ ചതി കാണിച്ചു. ഇനി ഇവളെ ഇവിടെ ആവശ്യമില്ല, ഇപ്പം കൊണ്ടുപോക്കണം എന്ന് പറയാം. അത് കേൾക്കുന്ന ശ്രീകല പെട്ടെന്ന് പറയും, എന്താ ഈ പറയുന്നത്? എൻ്റെ മകളെ വെറുതെ ഒന്നും അല്ല ഇങ്ങോട്ട് കല്യാണം കഴിച്ച് അയച്ചിരിക്കുന്നത്, നല്ല ഒന്നാം തരമായിട്ട് ആവശ്യത്തിന് സ്ത്രീധനവും തന്ന ഇങ്ങോട്ട് അവളെ കെട്ടിച്ചയച്ചേ. അതുമാത്രമല്ല, ഇവൾ ഇവിടുത്തെ മരുമകളായി ഇവിടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഇവൻ്റെ കൂടെ ഇവൻ്റെ ഭാര്യയായിട്ട് ഇവിടെ ജീവിക്കും എന്ന് പറയാം. അല്ലാതെ അങ്ങനെ വെറും കൈയോടെ ഒന്നും എൻ്റെ മകളെ വിളിച്ചിറക്കിക്കൊണ്ട് പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് ശ്രീകല പറയണം കേട്ടോ. അത് കേൾക്കുന്ന ഗോമതി പറയും, എന്താ നിങ്ങളുടെ മകൾക്ക് തന്നിട്ടുണ്ടെന്നാ പറഞ്ഞത് എന്ന് ചോദിക്കുക. സ്വർണമോ? എന്ത് സ്വർണം? ഇവളുടെ ദേഹത്ത് കിടന്ന ഒരു തരിയെങ്കിലും സ്വർണമായിരുന്നോ? മുഴുവനും മുക്കുവണ്ടമായിരിക്കും എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും ശ്രീകല പറയും, മുക്കുവണ്ടമൊന്നുമല്ല, നല്ല ഒന്നാം തരം 916 സ്വർണ്ണം വിട്ട ഞങ്ങളുടെ മകളെ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചത്, അത് മുഴുവനും ഞങ്ങൾക്ക് തിരികെ വേണം എന്നൊക്കെ പറയാണ് കേട്ടോ. പെട്ടെന്ന് ബാലനാണെങ്കിലും ദേവിയുടെ മുന്നിലേക്ക് കയറി നിൽക്കുക. നീ ഞങ്ങളോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നീ എന്നെ ബാലച്ചാന്ന് വിളിച്ചതിൽ ഒരല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നീ പറയണം. നീ അന്ന് കല്യാണത്തിന് അണിഞ്ഞതിൽ ഒരു മാലയെങ്കിലും സ്വർണ്ണം ഉണ്ടോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ദേവി ഇല്ല എന്നുള്ള രീതിയിൽ തലയാട്ടുകയാണ്. കേട്ടല്ലോ, നിങ്ങളുടെ മകള് തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ ഗോമതി പറയാം. ഇനി ഇവളെ ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല. ഇത്രയും കള്ളങ്ങൾ പറഞ്ഞ് ഈ വീട്ടിൽ കഴിഞ്ഞുകൂടിയ ഇവള് വേണമെങ്കിൽ എൻ്റെ മകനെ കൊല്ലാനും മടിക്കില്ല ഇവളുടെ നേട്ടത്തിന് വേണ്ടി. ഇനി ഇവൾക്ക് ഇവിടെ സ്ഥാനമില്ല എന്നും പറഞ്ഞ് ദേവിയോട് പുറത്തിറങ്ങി പോകാനായിട്ട് ആജ്ഞാപിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉദയഭാനു ശ്രീകലയും കുറേ എതിർത്ത് സംസാരിക്കുന്നുണ്ട് ദേവമംഗലത്തുള്ള എല്ലാവരോടും. പക്ഷെ നമ്മുടെ ഗോമതി അതിനൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. ദേവിയുടെ കൈ പിടിച്ച് പുറത്തേക്കാക്കാണ്. പെട്ടെന്ന് ദേവി ഗോമതിയുടെ കാലിലേക്ക് വീഴ. എന്നെ പറഞ്ഞയക്കല്ലേ അമ്മേ എന്ന് പറഞ്ഞ് കരയുവാണ്. നിന്നെ പറഞ്ഞയക്കരുതെന്നല്ലേ, ഇനി നിന്നെ ഞാൻ വിശ്വസിക്കില്ലടി. എൻ്റെ കുടുംബത്തെ ചതിച്ച നിനക്ക് ഇനി ദേവമംഗലത്ത് സ്ഥാനമില്ല. ഈ നിമിഷം നീ ഇവിടുന്ന് ഇറങ്ങിക്കോണം എന്ന് പറഞ്ഞ് ദേവിയെ വലിച്ചടിച്ച് പുറത്തേക്ക് ദേവമംഗലത്തിന്റെ വാതിലടയ്ക്കാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം കണ്ടും കേട്ട് നിൽക്കുന്ന മീനുവിനും മിത്രയ്ക്കും ദേവിയുടെ അവസ്ഥയിൽ ഒരുപാട് സഹതാപം തോന്നുന്നുണ്ട്. ദേവി അത്രയധികം ദേഷ്യത്തോടു കൂടിയാണ് ഗോമതി സംസാരിക്കുന്നതൊക്കെ. അപ്പൊ ഈ ബഹളങ്ങളെല്ലാം കേട്ട കൃഷ്ണമംഗലത്തുള്ളവരും മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ദേവമംഗലത്ത് എന്തോ പ്രശ്നമുണ്ടെന്നും അതെന്താണെന്നും അറിയാനുള്ള ആകാംക്ഷയോട് കൂടിയാണ് രാജശ്രീയും അച്യുതനും അവിടെ നിന്ന് എത്തി നോക്കുന്നത്. പെട്ടെന്നാണ് ദേവിയെ പുറത്താക്കുന്നതും ഉദയഭാനു ശ്രീകലയും പിന്നാലെ വന്ന് ബഹളം വെക്കുന്നതും. ശ്രീകലയാണെങ്കിൽ ആ മുറ്റത്തോട്ട് ഇറങ്ങി നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടാൻ വേണ്ടി ബഹളം വെക്കാണ്. കണ്ടോ ഇവിടെ നടക്കുന്ന അനീതി? എൻ്റെ മോളെ കണ്ടില്ലേ? ഈ ദേവമംഗലത്തുള്ളവര് ഒരു പട്ടിയെ പോലെയാ പുറത്താക്കിയിരിക്കുന്നത്. എൻ്റെ മോൾക്ക് നീതി കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുക. പെട്ടെന്ന് അച്യുതൻ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കാം. കണ്ടില്ലേ, നിങ്ങളൊക്കെ കുടുംബക്കാരല്ലേ? ദേ നിങ്ങളുടെ പെങ്ങള് ചെയ്തത് കണ്ടോ? ഇവിടുത്തെ മരുമകളായ എൻ്റെ മകളെ വലിച്ചു പുറത്താക്കിയത്. ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കാണ് കേട്ടോ. അപ്പൊ കാര്യങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഏകദേശം കൃഷ്ണമംഗലത്തുള്ളവർക്കും ബോധ്യപ്പെടുകയാണ്. അപ്പൊ ബാലൻ ശരിക്കും പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന അച്യുതന് ഒരുപാട് സന്തോഷം ആവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും